അല്ല, ഞാൻ പറഞ്ഞല്ലോ, മഴ 5 ദിവസം തുടർച്ചയായ മഴ കേരളത്തിലുണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗം, ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിരുന്നു. റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും മഴയുടെ സാധ്യതയും മുന്നൊരുക്കങ്ങളും നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സ്വാഭാവികമായും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ ഭാഗമായി മഴയുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ 5 ദിവസം മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യോഗം ചേർന്ന് എല്ലാ ജില്ലാ കളക്ടേഴ്സിനും വിവരം നൽകിയിരുന്നു. ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്ക് നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ, മഴ തുടങ്ങിയ മുതൽ തന്നെ ക്യാമ്പുകൾ പെട്ടെന്ന് നമുക്ക് പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയും ആലപ്പുഴയും ഉൾപ്പെടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയതുകൊണ്ടാണ്. ഇന്നും നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ, എവിടെയാണോ ക്യാമ്പുകൾ ആവശ്യമുള്ളത്, എവിടെയാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടത്, അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിലെ 2 കേസുകളായിരുന്നു. ഇടുക്കിയിൽ 2 ഇടങ്ങളിലായിട്ടുള്ള 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒന്ന്, ആ 2 കേസും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുമതി 65 വയസ്സ്, കൊടിയത്തൂർ വില്ലേജാണ്, അടൂർ മലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അവർ മരണപ്പെട്ടത്. 65 വയസ്സ്. പിന്നീട് പീരുമേടാണ്, കോലാലമേട്ടിൽ പീരുമേട് 77 വയസ്സ് പ്രഭാകരൻ, അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടത്. അതുപോലെ കോട്ടയം ജില്ലയിലും ഇതൊരു റിപ്പോർട്ട് ചെയ്തത്, സുമതിയുടെ സ്ഥലം കൊടിയത്തൂർ വില്ലേജിൽ അടൂർ മല, ഇടുക്കി ജില്ല. നമ്മൾ പ്രഭാകരൻ പീരുമേട്, കോലാൽമേട് 77 വയസ്സ്. കോട്ടയത്ത് 2 പേരാണ് നമുക്ക് മിസ്സിംഗ് ആയിരുന്നത്. അത് ഒന്ന് ജോസഫൻ ജോണി, ഒന്ന് റെജീന ജോണി. അത് 2 പേര്, ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. റെജീന ജോണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കോട്ടയത്ത് സ്ഥലം വ്യക്തമായിട്ട് പറയാം. ഈ 2 പേര്, റെജീന ജോണിയുടെ ഇതാണ് ഇനി കിട്ടാനുള്ളത്. റെജീന ജോണി, പ്രഥമൻ ജോണി. അതെ, അല്ല മകനല്ല, അതെ മകൻ്റെ കിട്ടി, അമ്മയുടെയാണ് കിട്ടാനുള്ളത്. റെജീന ജോണി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് നമ്മൾ 150 മുതൽ 250 mm മഴ വരെ നമ്മൾ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം, വയനാട് ഇതുവരെ പുതിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് മഴ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ സമയത്തെ മണ്ണിടിച്ചലിന് ശേഷം ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും എവിടെയെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ നിർബന്ധമായും മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യത നിലവിൽ ഒട്ടനവധി ജില്ലകളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ തുടങ്ങിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും ഇപ്പോൾ ക്യാമ്പുകൾ ആരംഭിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട്. കോട്ടയത്ത് ഏതാണ്ട് 6 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ കൂടുതൽ ക്യാമ്പുകൾ വേണ്ടി വരുമെന്ന് രാവിലെ കളക്ടർ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ 2 പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ, കോട്ടയത്ത് മഴ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി ഇറങ്ങുന്ന പലപ്പോഴും ആലപ്പുഴയിലേക്കാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ അതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിലൊന്നുമില്ല, എവിടെയും പാനിക്കാവേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും പഴയ കാലത്ത് വ്യത്യസ്തമായി
ചെറിയ മഴയാണെങ്കിൽ പോലും അതീവ ഗൗരവമായിട്ട് അതിനെ എടുക്കുകയും പരമാവധി അപകടങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതല്ലാതെ അങ്ങനെ വലിയ രീതിയിൽ പാനിക്കാവേണ്ട സാഹചര്യം എവിടെയും ഇല്ല. ഡാമുകളുടെ സ്ഥിതി 10 സ്ഥലത്താണ് അല്പെങ്കിലും ഇതുള്ളത്. നിലവിൽ 10 ഡാമുകളാണ് തുറന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അരുവിക്കര, പത്തനംതിട്ട മൂഴിയാറ്, ഇടുക്കി മലങ്കര ലോവർ പെരിയാർ കല്ലാർകുട്ടി, എറണാകുളത്ത് ഭൂതത്താൻകെട്ട്, തൃശ്ശൂരിൽ പൂമല, പാലക്കാട് മംഗലം ഡാം, വയനാട് കാരാപ്പുഴ, കണ്ണൂർ പഴശ്ശി. ഇന്ന് തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 10 ഇത് നിലവിൽ തുറന്നിട്ടുണ്ട്. ഇനി തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ള നെയ്യാർ ഡാമും അതുപോലെ തന്നെ മംഗലം ഡാമും തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ തോതനുസരിച്ച് അത് തുറക്കും. ഇത് രണ്ടാണുള്ളത്. പിന്നെ പൊന്മുടി റോഡിലും അതുപോലെ തന്നെ കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെൻ്ററുകൾ താൽക്കാലികമായിട്ട് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DFO അത് ആ ഏരിയ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.